മെല്ലെ മെല്ലെ മെല്ലെ. അയ്യോ ഇന്നലെ രാവിലെയാണ് നായക്കുട്ടി കിണറിൽ വീണത്. പക്ഷേ ആരും തന്നെ ഇത് കണ്ടില്ല. വൈകുന്നേരം കളിക്കാൻ വന്ന ആദ്യമാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ എല്ലാവരെയും അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ആരും വന്നില്ല, നായക്കുട്ടി ആയതുകൊണ്ട് ആരും വന്നില്ല. പിന്നെ ഞങ്ങളെ പിള്ളേരെല്ലാവരും കൂടി നായയെ രക്ഷിക്കാനായിട്ട് പ്രവർത്തനം തുടങ്ങി. ഞങ്ങൾക്ക് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ കിട്ടിയ ആൻസർ ഇതായിരുന്നു. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ. നമ്മൾ ഒന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇറക്കിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത്. നായക്കുട്ടി ആയതുകൊണ്ട് റെസ്ക്യൂ ചെയ്യാൻ ഫയർഫോഴ്സ് വരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, എല്ലാവരും കൂടി നായക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് ഒത്തൊരുമിച്ച് നിന്നു. കിണറ്റിൽപ്പെട്ട നായക്കളെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് കിണറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നായ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ കിണറിൽപ്പെട്ട മൃഗങ്ങളെ കരക്കി കയറ്റുന്നത്. അങ്ങനെ നായക്കുട്ടി ചെറുതായിട്ട് ഞങ്ങളുടെ കൊട്ടയിൽ പെട്ടു. വലിച്ചു കയറ്റുന്ന സമയത്ത് വീണ്ടും താഴേക്ക് പോയി. അവസാനം നായക്കുട്ടിയുടെ പിൻകാല് ഞങ്ങളുടെ ബക്കറ്റിൽ ലോക്കായപ്പോൾ ഞങ്ങൾ പതുക്കെ വലിച്ചു കയറ്റാനായി തുടങ്ങി. കരയിലെത്തുമ്പോൾ നായക്കുട്ടി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നാണ് രാജേഷും ഞാനും കൂടി ബക്കറ്റ് വലിച്ചത്. നായക്കുട്ടിയുടെ പിൻകാല് ബക്കറ്റിൽ ലോക്കായത് കൊണ്ടാണ് ഈ റെസ്ക്യൂ വിജയിച്ചത്. നായക്കുട്ടി കിണറിന്റെ മുകളിലെത്തി. എല്ലാവർക്കും ആവേശം. നായക്കുട്ടി കിണറിന്റെ കരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നായക്കുട്ടി ആരുടേതാണെന്ന ചോദ്യം ബാക്കിയായി. പിന്നെ എല്ലാവരെയും വിളിച്ചന്വേഷിച്ച് നായക്കുട്ടിയുടെ ഓണറിനായിട്ട് ഞങ്ങൾ കാത്തിരുന്നു. അങ്ങനെ നായക്കുട്ടിയുടെ ഓണർ എത്തി. രാജേഷും അച്ചുവും ചേർന്ന് നായക്കുട്ടിയെ ബക്കറ്റിലാക്കി നടന്നു. ഞങ്ങളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു നായക്കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയതിൽ. അങ്ങനെ രാജേഷും പിള്ളേരും ചേർന്ന് നായക്കുട്ടിയെ ഓട്ടോയിലേക്ക് കയറ്റി. നായക്കുട്ടി വന്നത് നടന്നിട്ടാണ്, പോകുന്നത് ഓട്ടോയിലും. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് നായക്കുട്ടിയെ കരക്കെത്തിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.